എമ്പുരാൻ രണ്ടാമത് വെട്ടിത്തീർന്നിട്ടില്ല. തുടക്കവും നടുക്കഷ്ണവും മുറിച്ചു വരുന്നതിന് മുൻപ് മുറിപ്പെടുത്തിയും അധിക്ഷേപിച്ചുമുള്ള നീക്കം നന്നായി മുന്നേറുന്നുണ്ട്. RSS തുടർച്ചയായി മൂന്നാം ദിവസമാണ് ഓർഗനൈസറിലൂടെ പൃഥ്വിരാജിനെ ലക്ഷ്യമിട്ട് അമ്പുകൾ അയക്കുന്നത്. ഇന്നലെ വരെ പറഞ്ഞത് പൃഥ്വിരാജ് ഹിന്ദുവിരുദ്ധനും രാജ്യവിരുദ്ധനുമെന്നുമാണ്. CAA ലക്ഷദ്വീപ് സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പൃഥ്വിരാജിനെ ഇന്നിപ്പോൾ ക്രിസ്ത്യൻ വിരുദ്ധനുമാക്കുന്നു. സ്വന്തം നിലപാട് പറഞ്ഞതിന് പൃഥ്വിയുടെ പങ്കാളി സുപ്രിയയെ അർബൻ നക്സലാക്കുന്നു. സമൂഹമാധ്യമങ്ങളിൽ കാവിക്കളർ പുറച്ച പ്രൊഫൈലുകളിൽ മുഖമില്ലാത്തവരും മുഖമുള്ളവരും സുപ്രിയക്കെതിരെ സ്വഭാവഹത്യ തുടരുന്നു. മാപ്പ് പറഞ്ഞ മോഹൻലാലിനെ തള്ളിയും പിന്തുണച്ചും രണ്ടാകുന്നു ഫാൻസ് അസോസിയേഷൻ. പൃഥ്വിക്ക് സിനിമയിൽ ശത്രുക്കളുണ്ടെന്ന മേജർ രവിയുടെ നിറം മാറ്റം വെളിപ്പെടുത്തി അമ്മ തുറന്നടിക്കുന്നു. ദിലീപ് ഫാൻ പേജുകളിൽ പൊട്ടിച്ചിരികൾ നിറയുകയാണ്. ഫൈസ് സയ്യിദും മസൂദ് അസറും ചേർന്നതാണ് പൃഥ്വിയുടെ സയ്യിദ് മസൂദ് എന്ന ഗവേഷണ റിപ്പോർട്ടുമായി സംഘി പോസ്റ്റുകൾ വരുന്നുണ്ട്. എന്തിനധികം മുംബൈയിൽ ഖാൻമാർക്കൊപ്പം ചേക്കേറാൻ പൃഥ്വിക്ക് കഴിഞ്ഞതുപോലും തീവ്രബന്ധത്തിലാണത്രേ. ഗുജറാത്ത് വംശഹത്യയുടെ ചരിത്രം പുതിയ തലമുറ കൂടി കണ്ടറിയുന്നതിന് ചൂടിലാണോ ഓർഗനൈസറിന്റെ ഓർഗനൈസ്ഡ് അറ്റാക്ക്? ലക്ഷ്യം പൃഥ്വിയോ എന്നതാണ് ചോദ്യം.